നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. യുവതികളുടെ അക്കൗണ്ടിൽ 66 ലക്ഷം രൂപ എത്തിയെന്ന് കണ്ടെത്തി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് യുവതികളുടെ അക്കൗണ്ടിൽ 66 ലക്ഷം രൂപ എത്തിയത്. ജീവനക്കാരികളായ 3 പേരുടെയും അക്കൗണ്ടുകളിലാണ് പണം എത്തിയത്. മൂവരുടെയും ബാങ്ക് വിവരങ്ങൾ പ്രത്യേകം പരിശോധിക്കും. പ്രതികളോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഇന്ന് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഈ 69 ലക്ഷം രൂപ പോയി എന്ന് അറിയിച്ചിരുന്നു. 66 ലക്ഷം രൂപയോളം ഈ പ്രതികളുടെ അക്കൗണ്ടിൽ എത്തിയ കാര്യം ഈ അക്കൗണ്ട് പരിശോധിച്ചും മറ്റും വ്യക്തമായിരിക്കുന്നു. പക്ഷേ 3 പേരും ഒളിവിലാണ് എന്ന വിവരങ്ങളാണ് രാവിലെ ലഭിച്ചത്. അപ്പോൾ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുകയോ അക്കൗണ്ട് പരിശോധനകളടക്കം എങ്ങനെയൊക്കെയാണ് പുതിയ നീക്കങ്ങൾ? വീണ, ജി കൃഷ്ണകുമാറിൻ്റെയും മകൾ ദിയ കൃഷ്ണകുമാറിൻ്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതിയിൽ പറയുന്നത് 69 ലക്ഷം രൂപ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഈ ജീവനക്കാർ അപഹരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിൽ പറയുന്നതെങ്കിൽ അതിന് സമാനമായ രീതിയിൽ 66 ലക്ഷം രൂപ ഈ 3 പേരുടെയും അക്കൗണ്ടുകളിൽ നിന്നും അക്കൗണ്ടുകളിലേക്കായിട്ട് ട്രാൻസാക്ഷൻ നടന്നു, അല്ലെങ്കിൽ അക്കൗണ്ടിലുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചത്. 66 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ എത്തി എന്ന വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതായത് ഒരാളുടെ അക്കൗണ്ടിലല്ല, 3 പേരുടെയും 3 ജീവനക്കാരികളുടെയും അക്കൗണ്ടുകളിലായിട്ടാണ് ഈ 66 ലക്ഷം രൂപ എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ പോലീസിന് ഇതിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. മാത്രമല്ല, ഈ അക്കൗണ്ട് രേഖകളടക്കം വീണ്ടും വിശദമായിട്ട് പരിശോധിക്കേണ്ടി വരും. അതിലെ ക്രമക്കേടുകൾ എങ്ങനെയാണ് നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നിരീക്ഷിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടുകളിൽ എത്തിയ തുക എത്രയെന്നത്, അതായത് ഓരോ വ്യക്തികളുടെയും അക്കൗണ്ടിൽ എത്തിയ തുക എത്രയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസ് പരിശോധിക്കേണ്ടി വരും. QR കോഡ് വഴി എത്തിയ തുക എത്രയാണ്, അല്ലാത്ത മാർഗങ്ങളിലൂടെ ഏതൊക്കെ തുകകൾ എത്തി എന്നതടക്കമുള്ളതിന്റെ കൃത്യമായ രീതി അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുക. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും കഴിയുക. എന്തായാലും നിലവിലൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. 66 ലക്ഷം രൂപ ഈ ജീവനക്കാരികളുടെ അക്കൗണ്ടിൽ എത്തി എന്നതിന് പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. യുവതികളുടെ 3 പേരുടെയും ബാങ്കും വിവരങ്ങളും അതിന്റെ ട്രാൻസാക്ഷൻ വിവരങ്ങളടക്കമുള്ളവ പരിശോധിച്ചു. മാത്രമല്ല, മറ്റ് ഡിജിറ്റൽ തെളിവുകളും പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ 66 ലക്ഷം രൂപ പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ, ഈ ജീവനക്കാരികളുടെ അക്കൗണ്ടിൽ എത്തി എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്നുള്ള പരിശോധനകളിലാണ് സോർട്ട് ഔട്ടുകൾ ചെയ്തുകൊണ്ട് വിശദമായ പരിശോധനകളായിരിക്കും. ഇനി എത്ര രൂപയാണ് ഈ അക്കൗണ്ടിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത വരുള്ളൂ. നിലവിൽ എന്തായാലും 66 ലക്ഷം രൂപ എത്തിയതിന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. പരാതിയിൽ പറഞ്ഞത് സമാനമായ രീതിയിൽ തന്നെയാണ്. 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിലവിലെ സ്ഥിതിയും. എന്തായാലും യുവതികളുമായി പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും നിലവിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല, അത് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 തവണ യുവതികളുടെ വീട്ടിലെത്തിയെങ്കിൽ പോലും അവിടെ നിന്നും യുവതികളുമായി പോലീസിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ബന്ധുക്കളോട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ യുവതികളോട് പറയണമെന്ന് നിർദ്ദേശിച്ച ശേഷമാണ് പോലീസ് തിരിച്ചെത്തിയത്. 2 പേരെയും ഈ 3 പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ മൊഴിയെടുപ്പുകളുണ്ടാവും, ചോദ്യം ചെയ്യലുകളുണ്ടാവും. അതിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ വ്യക്തതയിലേക്ക് വരിക. ഏതായാലും പെൺകുട്ടികൾ ഒളിവിലാണ് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം 2 തവണ പോലീസ് ഈ യുവതികളുടെ വീട്ടിലെത്തിയെങ്കിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ യുവതികളുടെ ബന്ധുക്കൾ പറയുന്നത് യുവതികൾ വക്കീലിനെ കാണാൻ പോയി എന്നാണ്. എന്നാൽ അതൊരു വിശ്വാസയോഗ്യമല്ല എന്നാണ് പോലീസിന്റെയും നിഗമനം. എന്തായാലും യുവതികളെ കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലടക്കം നടത്തിയാൽ മാത്രമേ ഈ കേസിൽ, അതായത് ഈ പണം അപഹരിച്ചു എന്ന് പറയുന്ന കേസിൽ കൂടുതൽ വ്യക്തതയിലേക്ക് പോലീസിന് എത്താൻ കഴിയൂ. എന്തായാലും ആ കൃഷ്ണകുമാറിന്റെയും അതോടൊപ്പം തന്നെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെയും അടക്കം പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 66 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നു എന്നതിന് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതും ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ചതിലാണ് ഇത്തരത്തിൽ 66 ലക്ഷം രൂപ ഈ അക്കൗണ്ടുകളിൽ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഇനി തുടർ നടപടികളായിരിക്കും പോലീസ് സ്വീകരിക്കുക. എന്തായാലും ഈ വിഷയത്തിൽ കൃഷ്ണകുമാറും ജനപ്രിയയോട് പ്രതികരിച്ചിരുന്നു, സന്തോഷം അറിയിച്ചിരുന്നു. കാരണം തങ്ങളെ ദ്രോഹിക്കുന്ന നിലപാട് പലതായിട്ട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പലരും ഈ കേസിൽ തങ്ങളെ GST തട്ടിപ്പ് നടത്തുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു തങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം ഒരു ശമനം വന്നിരിക്കുന്നു. ഈ നിലവിലെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയതോടുകൂടി തങ്ങൾ ആ ഒരു വിഷയത്തിൽ നിന്ന് മുക്തരായിരിക്കുന്നു. എന്തായാലും ഉടൻ തന്നെ പ്രതികളെ പിടികൂടുമെന്നൊരു വിശ്വാസവും അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും പോലീസും അന്വേഷണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഈ പ്രതികളോട്, അതായത് ഈ യുവതികളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 66 ലക്ഷം രൂപ ഈ യുവതികളുടെ അക്കൗണ്ടിൽ എത്തിയെന്നതിന് പോലീസിന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ശരി പ്രശാന്ത്.